വെൽക്കം. കേരള യൂണിവേഴ്സിറ്റി PGCSS എൻട്രൻസ് എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു. മെയ് 10th വരെ ആയിരുന്നു ഡേറ്റ്. ആൻഡ് നൗ ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിലവിൽ അവൈലബിൾ അല്ല. നമുക്കതും ഉടനെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി എക്സാംസിൻ്റെ ഡേറ്റ് വന്നിട്ടുള്ളത് 22 മെയ് 22 മെയ് മുതൽ 26 മെയ് വരെയാണ്. ആദ്യം യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത് 19 മുതൽ 25 വരെയായിരുന്നു. സോ അതിൽ ചേഞ്ച് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ടൈം ടേബിൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ, അതായത് PGCSൻ്റെ പേജിൽ അവൈലബിൾ ആണ്. ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണെങ്കിൽ നേരെ വെബ്സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. ആദ്യം തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോവുക. പേജ് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിൽ അഡ്മിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ശേഷം ഓൺലൈൻ അഡ്മിഷൻസ് പോർട്ടൽ എന്ന് പറയുന്ന ഈ ഒരു പേജ് ഓപ്പണായി വരും. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള PGCSS ആ ക്ലിക്ക് ഹിയറിൽ കൊടുക്കുക. അപ്പോൾ ഓപ്പണായി വരുന്നതാണ് PGCSൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ നമുക്ക് ആപ്ലിക്കൻ ലോഗിനും ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പേജ്. ഈ ആപ്ലിക്കൻ ലോഗിൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പരും അതുപോലെ തന്നെ പാസ്വേഡ്, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ മുകളിൽ വാട്ട്സ് ന്യൂ എന്ന് പറയുന്ന ഒരു സ്പേസ് കണ്ടില്ലേ, അവിടെയാണ് നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്ന് നടക്കുന്നത്. അതിൽ തന്നെ ന്യൂ എന്ന് പറയുന്ന കാണിച്ചിട്ടുണ്ടല്ലോ, അതാണ് ടൈം ടേബിളിൻ്റെ ഓപ്ഷൻ കേട്ടോ. അതായത് ടൈം ടേബിൾ ഫോർ PGCSS എൻട്രൻസ് എക്സാമിനേഷൻ, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തന്നെ ഡയറക്റ്റ് ടൈം ടേബിൾ ഓപ്പൺ ആയിട്ട് വരും. 2 പേജാണുള്ളത്. അതിൽ ഫസ്റ്റ് പേജാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ കണ്ടില്ലേ, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 22 മെയ് ആണ്. അതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ സബ്ജക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങളുടെ സബ്ജക്ട്സ് ഏതാണെന്ന് കറക്റ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഏത് ഡേറ്റ് ആണ്, കറക്റ്റ് ഡേയും ഡേറ്റും നോക്കുക. അതുപോലെ ടൈം, ഉച്ചയ്ക്കും ഉണ്ട് എക്സാം, രാവിലെയും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ടൈം ഏതാണെന്ന് കറക്റ്റ് ചെക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് സ്ക്രോൾ ചെയ്ത് സെക്കൻഡ് പേജിൻ്റെ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും അവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്ന ഹോൾ ടിക്കറ്റ് നമ്മൾ കയ്യിൽ കരുതിയിരിക്കുക. പിന്നെ നമ്മൾ 1 മണിക്കൂർ മുമ്പെങ്കിലും, എക്സാംസ് തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അതുപോലെ മൊബൈൽ ഫോൺസ് സ്ട്രിക്റ്റ്ലി പ്രൊഹിബിറ്റഡ് ആണ്. പിന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പേരോ അങ്ങനെ ഒന്നും എക്സാം ടൈമിൽ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ എക്സാംസ് തുടങ്ങി 1/2 മണിക്കൂർ കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ഇൻസ്ട്രക്ഷൻസ് നോക്കി വയ്ക്കുക. Then okay, that's all about the video. If you have any doubts, be free to ask in the comment section, and thank you for watching.